ഹായ് മക്കളെ, ഒരു ഇമ്പോർട്ടന്റ് ഭാഗം നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മേഖലയാണ് അപ്പാർത്തൈഡ് സിസ്റ്റം അല്ലെങ്കിൽ വർണ്ണ വിവേചന വ്യവസ്ഥ എന്നൊക്കെ പറയുന്ന ഭാഗം. എന്തായാലും പഠിച്ചു വെച്ചോ, ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ വർണ്ണ വിവേചനം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വർണ്ണ വിവേചനം എന്നത് കറുത്ത വർഗ്ഗക്കാർക്കെതിരെ വംശീയമായും സാമ്പത്തികമായും വിവേചനം കാണിച്ച ഒരു സാമൂഹിക ക്രമത്തെയാണ് നമ്മൾ എന്ത് പറയുക? അപ്പാർത്തൈഡ് സിസ്റ്റം എന്നൊക്കെ പറയാം. അപ്പാർത്തൈഡ് വാസ് ദ സോഷ്യൽ ഓർഡർ ദാറ്റ് റാഷ്യലി ആൻഡ് എക്കണോമിക്കലി ഡിസ്ക്രിമിനേറ്റഡ് അഗെയിൻസ്റ്റ് ബ്ലാക്സ്. ഇതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ കറുത്ത വർഗ്ഗക്കാർക്കെതിരെയൊക്കെ ആയിട്ടുള്ള വലിയ രീതിയിലുള്ള വംശീയമായിട്ടുള്ള അടിച്ചമർത്തലുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക? നമ്മൾ വർണ്ണ വിവേചന വ്യവസ്ഥ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിൽ തന്നെ ചിലപ്പോൾ ചോദിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെയാണ് ചോദിക്കുക. എക്സാമിന് ഈ രീതിയിലൊക്കെയാണ് ചോദിക്കുക. ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും തന്നിട്ട് അന്നത്തെ ഒരു സാഹചര്യത്തിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ തന്നിട്ട് നോ വൈറ്റ് മെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. എൻട്രി ഓൺലി ഫോർ നോൺ വൈറ്റ് മെയിൽ അല്ലേ, അത് വെള്ളക്കാർക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള ചില ഫോട്ടോകളൊക്കെ കൊടുത്തിട്ട് അന്നത്തെ വർണ്ണ വിവേചനം കാണിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഫോട്ടോ തന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ പറയുന്ന വർണ്ണ വിവേചനത്തിനെതിരെ അപ്പാർത്തൈഡ് എന്താണ് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നല്ലപോലെ പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക.